കടുവേലി പാടശേഖരത്ത് നെൽകൃഷി ഇറക്കിയ 10ഓളം കർഷകർ ദുരിതത്തിൽ. മണ്ണുത്തി കാർഷിക കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് 21 ദിവസം കൊണ്ട് കതിരണിഞ്ഞത്. ഈസ്റ്റ് മാറാടി കടുവേലി പാടശേഖരത്തെ 10 ഏക്കർ പാടത്ത് വിത്ത് വിതച്ച കർഷകർ ദുരിതത്തിൽ. തൃശൂർ മണ്ണുത്തി കാർഷിക കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി കൃഷി ചെയ്ത ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ച് 21 ദിവസത്തിനുള്ളിൽ കതിരണിഞ്ഞത്. നെല്ല് വിതച്ച് 130 ദിവസങ്ങൾക്ക് ശേഷം വിളവെടുക്കേണ്ട നെല്ലാണ് ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ കതിരുവന്ന് നിൽക്കുന്നത്. മാറാടി പഞ്ചായത്തിലെ 9ാം വാർഡിലെ കർഷകരാണ് പാട്ടത്തിനെടുത്ത് 10 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കിയത്. നെല്ല് കതിരണിഞ്ഞതോടെ മുടക്കുമുതൽ പോലും ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 52 രൂപ നിരക്കിൽ ഉമ നെൽവിത്താണ് താങ്കൾ ആവശ്യപ്പെട്ടതെന്നും ലഭിച്ചത് മറ്റേതോ ഇനത്തിൽപ്പെട്ട നെൽവിത്താണെന്നും ഇതുമൂലം കൃഷി ഇറക്കാൻ മുടക്കിയ 5 ലക്ഷത്തോളം രൂപ നഷ്ടമായിരിക്കുകയാണ്. വിത്ത് ഇറക്കി ആദ്യത്തെ ഘട്ടം വളം മാത്രമാണ് ചെയ്തതെന്നും 2ാം ഘട്ടം വളം ചെയ്യാൻ വന്നപ്പോഴാണ് നെല്ല് കതിരണിഞ്ഞു നിൽക്കുന്നത് കണ്ടതെന്നും കർഷകർ പറഞ്ഞു. ഞങ്ങളിവിടെ കടുവേലിപ്പാടത്ത് കൃഷി ചെയ്താൽ മണ്ണൂത്തിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് ഒരു സൈസ് വിത്ത് വിതയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മണ്ണൂത്തിന്ന് 52 രൂപ വില കൊടുത്ത് ഞങ്ങളിവിടെ വന്നതിന് 52 രൂപ വിലയായി ഞങ്ങൾ അതിന് കൊടുത്ത് മേടിച്ചത്. ഞാൻ 6-7 കണ്ടം പടന്നിട്ടുണ്ട്. ആ കണ്ടത്തിനകത്ത് ഒരു വളം ചെയ്തപ്പോഴത്തേക്കും കതിര് വന്നേക്കുവാണ്. അവർ ഉമ്മയാണെന്നും പറഞ്ഞാൽ തന്നു വിട്ടേക്കണത്. ഞങ്ങളിപ്പോൾ പണയം വെച്ച് കഷ്ടപ്പെട്ട് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതേ നെല്ല് കഴിച്ചാൽ ഞാൻ ഭായിമാരോട് പറഞ്ഞ് നുരി കൂട്ടി വയ്ക്കാൻ പറഞ്ഞ് നുരി കൂട്ടി വെച്ചാൽ ആ നുരി അല്ലാണ്ട് അടച്ചിട്ടുമില്ല ഇന്നിട്ടുമില്ല. അപ്പോഴത്തേക്ക് 22ാം പൊക്കം കതിരും വന്നേക്കുക. ഞങ്ങൾ 2ാമത്തെ വളം ചെയ്യാൻ വന്നപ്പോഴത്തെ കതിരായിട്ട് നിൽക്കുക. ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് പ്രതിസന്ധിയിലായിട്ട് ഞങ്ങൾ നിൽക്കുക. ഞങ്ങൾ എന്നെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ? പണയം വെച്ചും വീട്ടിൽ നിന്നും കടം മേടിച്ചും വായ്പ മേടിച്ചും ലോണും എടുത്തൊക്കെയാണ് ഇത് ചെയ്തു വെച്ചേക്കണത്. ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിപാടുമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. എന്താ ചെയ്യണമെന്ന് 6-7 കണ്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിലായേക്കോ. ഇപ്പോൾ 2ാമത്തെ വളം മേടിച്ച് വെച്ചേക്കുവാണ്. ഇട്ടിട്ടില്ല. ഇടാനായിട്ട് ഞങ്ങൾക്ക് മനസ്സ് മരിച്ച പോലെ ആയിപ്പോയിക്കോ. ഞങ്ങളിപ്പോൾ അവർ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞതായിട്ട് അറിയില്ല. അവർ ഉമ്മയെ തന്നു വിട്ടേന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല എന്താ പറയുന്നത്. അവരിവിടെ ഒന്ന് നോക്കിയിട്ട് വരില്ല. അവൾ വരുവാണോ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല എന്നാണ് കൃഷി ഓഫീസർ പറഞ്ഞത്. ഞങ്ങൾ എന്നാ ചെയ്യണേന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ലാണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. കർഷകർ പരാതി നൽകിയതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. നെല്ല് 21 ദിവസം കൊണ്ട് കതിര് വന്നതോടെ മുടക്കുമുതൽ പോലും തിരികെ ലഭിക്കില്ലെന്നും കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് കൃഷി ഇറക്കിയതെന്നും കർഷകർ പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ കൂടി ഉമ ചെയ്യാമെന്നും പറഞ്ഞ് ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഉമയാക്കി. അത് കഴിഞ്ഞ് നമുക്ക് മണ്ണൂത്തിയിൽ നിന്ന് വിത്ത് മേടിക്കാം എന്ന് തീരുമാനിച്ച് എല്ലാവരും കൂടി മണ്ണൂത്തിയിൽ നിന്നാണ് വിത്ത് മേടിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പാകി നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പടി കതിരായി. പെട്ടെന്ന് 20-25 ദിവസം 30 ദിവസത്തിന് താഴെ ഒന്ന് കതിരായി നട്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടെ. എല്ലാവർക്കും കൂടി ഭയങ്കര നഷ്ടമായിട്ടുണ്ട്. 5 ലക്ഷം രൂപയിൽ മുകളിൽ ഞങ്ങൾക്ക് പൈസയായിട്ട് മുടക്കുണ്ട് കയ്യിൽ നിന്ന്. അതൊരു 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. അത് കാരണമാണ് ഈ വന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ 5 ലക്ഷം രൂപ ഞങ്ങളെല്ലാം കൂടെ ഈ മേടിച്ചേക്കണതോ എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ ലോണും പരിപാടിയൊക്കെ കൂടി ചെയ്തേക്കണ കൃഷിയാണ്. ഞങ്ങൾ തന്നെ അവരെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം കൃഷിഭവനിൽ പരാതി കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു നടപടിക്രമം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് കാരണം ഞങ്ങൾക്ക് ഈ നഷ്ടം എവിടുന്നാണെങ്കിലും ഞങ്ങൾക്ക് നികത്തി തന്നില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം വളരെ കഷ്ടത്തിലാവും. ഞാറു നടാൻ മുടക്കിയ പൈസ പോലും തിരികെ ലഭിക്കില്ലെന്നും ഇപ്പോഴത്തെ കൃഷി മൂപ്പത്തിയാലും അത് കൊയ്തെടുക്കാനുള്ള തുക മാത്രമേ ലഭിക്കുമെന്നും കർഷകർ പറയുന്നത്. കൃഷി വകുപ്പ് ജീവനക്കാരുടെ പിഴവും മൂലം വലിയ നഷ്ടമാണ് 10ഓളം വരുന്ന നെൽകർഷകർക്ക് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ് തൊടുപുഴ.